Love you, darling. I love you, darling. Oh, Amara, oh, my sweetie heart. Oh, Amara, you're my beating star. You're my life, you're my breath, a bloom of love, a misty day. Oh, Amara, I love you, darling. When you sing, when you smile, when you fall, I saw the sky. I walked the moonlight high. You're still my dream. When I walk, you're my shadow piece. Amara, my darling, my darling, my darling, my Hey, did you finish? Yeah, I finished. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? Okay. Have a drink. Thank you. എന്ത് പ്രധാന കാര്യമാണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതെ, മറ്റൊരാളെ വിവാഹം ചെയ്യാൻ എന്നെ നിർബന്ധിക്കുകയാണ് എൻ്റെ പാരന്റ്സ്. എന്റെ വിസമ്മതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എന്റെ വീട്ടിൽ വരണം. എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പാരന്റ്സിനോട് സംസാരിക്കണം. അവർ അത് വിസമ്മതിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഞാനും കൂടെ ഉണ്ടാവും. അത്രയ്ക്ക് വേണോ? ആ, അത് വേണം. ശരി, ഞാൻ നാളെ വരാം. ഗുഡ് ബോയ്, മൈ സ്വീറ്റ് ഹാർട്ട്. ഓക്കേ, ഡൺ.
ഹായ് അർജുൻ. ഹായ് അമാര. ഓഹോ, വരൂ. താങ്ക് യു. കുടിക്കാൻ എന്താ വേണ്ടത്? ആ, പെണ്ണ് കാണൽ ചടങ്ങല്ലേ, ചായ തന്നെ ആകട്ടെ. ഹേ, ബ്രിങ് സം ടീ. Oh, my parents are coming. Feeling so excited. അർജുൻ, ഇതെന്റെ ഡാഡി ആരൻ ലീവിസ്. ഇതെന്റെ മമ്മി ലെയോറ ആരൻ. ഡാഡി, ഇതെന്റെ ഫ്രണ്ട് അർജുൻ അരവിന്ദ്. മാഡം ടീ. ഹായ്. ഹായ് അർജുൻ, ഇതെന്റെ ബ്രദർ ആഷർ ആരൻ. ആഷർ, ചായ? നോ താങ്ക്സ്. ഡാഡി, ഡാഡിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് അർജുൻ വന്നിരിക്കുന്നത്. യെസ്, ടെൽ മീ. അർജുൻ, വന്ന കാര്യം ഡാഡിയോട് പറയൂ. ശരി. ഞാൻ അർജുൻ അരവിന്ദ്, ജന്മസ്ഥലം പാലക്കാട്. 10 വർഷമായി കൊച്ചിയിൽ താമസിക്കുകയാണ്. അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇവിടെ സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണ്. ഒരു ഫിറ്റ്നസ് സെൻ്ററും സ്പോർട്സ് ഗുഡ്സിൻ്റെ ഔട്ട്ലെറ്റ് നടത്തുകയാണ്. ഞാനും അമാരയും തമ്മിൽ വളരെ നാളുകളായി സുഹൃത്തുക്കളാണ്. ഞാൻ അമാരയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡാഡിയുടെ സമ്മതം ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ഡാഡി എന്തു പറയുന്നു? അതെ, എന്റെ മകളെ അന്യമതക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. വിവാഹം ചെയ്യുന്നത് മനുഷ്യർ തമ്മിലല്ലേ, മതങ്ങൾ തമ്മിലല്ലല്ലോ. അത് നിങ്ങൾക്ക് യുവത്വത്തിന്റെ തിളപ്പ്. ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന നിലയ്ക്ക് എന്റെ മകളെ വിവാഹം കഴിക്കുന്ന ചെറുക്കന്റെ മതം നോക്കണം, കുടുംബ മഹിമ നോക്കണം, തൊഴിലും സാമ്പത്തിക ഭദ്രതയും നോക്കണം. ഒരു യാഥാസ്ഥിതികമായ ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. സമുദായത്തെ വെറുപ്പിക്കുന്ന ഒരു ബന്ധത്തിനും ഞാൻ സമ്മതം നൽകില്ല. ഡാഡി, ഞാൻ പറഞ്ഞിട്ടാണ് അർജുൻ ഇവിടെ വന്നത്. വിവാഹം എന്റേതാണ്. അർജുനെ വിവാഹം ചെയ്യുക എന്നത് എന്റെ തീരുമാനം. ഡാഡിക്ക് അത് സമ്മതമല്ലെങ്കിൽ ഞാൻ അർജുന്റെ കൂടെ ഇറങ്ങിപ്പോകും. കൂടുതൽ വാഗ്വാദങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ല. അർജുൻ, വാ പോകാം. മോളെ, നീ എന്തായി കാണിക്കുന്നത്? ജന്മം നൽകിയ അമ്മയെയും സ്നേഹവും സംരക്ഷണവും തന്നു വളർത്തിയ ഡാഡിയെയും സ്നേഹവും സൗഹൃദവും തന്നു കൂടെ വളർന്ന ബ്രദറിനെയും ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടുമുട്ടിയ സുഹൃത്തിനൊപ്പം നീ പോവുകയാണോ മോളെ? ഡേ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ? ഈ പടിക്ക് പുറത്തെടുക്കില്ല നീ. നീ ആരാ എന്നെ നിയന്ത്രിക്കാൻ? ഈ വീട്ടിൽ എനിക്ക് നിനക്കും തുല്യ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. മനസ്സിലായോ? അർജുൻ, പോകാം. ഡീ, നീ വീടിന്റെ പുറത്ത് പോവില്ല. കൈയെടുക്കടാ. സാധ്യമല്ല. മോനെ, ഏയ് മോനെ, മോളെ, നിന്റെ ബ്രദറിനോട് കാണിക്കുന്ന ഈ ക്രൂരത കണ്ടിട്ട് എനിക്ക് നിന്നെ ശപിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ദൈവമെല്ലാം കാണുന്നുണ്ട് മോളെ. സോറി മമ്മി, വേദാന്തങ്ങൾ എന്നെ അടിമപ്പെടുത്താറില്ല. വാ അർജുൻ. അതെ, ഒന്ന് നിൽക്കൂ. മാതാപിതാക്കളെയും സഹോദരനെയും ബന്ധുക്കളെയും ധിക്കരിച്ചുകൊണ്ട് നീ ഇവിടുന്ന് പോവുകയാണല്ലേ? നാളെ ഒരിക്കൽ നീ ഇവനെ ധിക്കരിക്കുകയും ഇവൻ നിന്നെ ധിക്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ. അർജുൻ, പോകാം. മോളെ, മമ്മി,
മമ്മി വരൂ. വെൽക്കം ടു മൈ ഹൗസ്. താങ്ക് യു. ഹേയ്, എന്താ ഹാപ്പി ആണല്ലോ? ആ അതെ, എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മാതാപിതാക്കളെയും സഹോദരനെയും വിട്ട് മാറി താമസിക്കുന്നതിൽ വിഷമമുണ്ടോന്നറിയാൻ ചോദിച്ചതാ. ഏയ്, പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം മാറി താമസിക്കുന്നത് സർവ്വസാധാരണല്ലേ. എനിക്ക് എന്നും അർജുന്റെ സ്നേഹവും കെയറും ഉണ്ടായിരുന്നാ മതി. ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഈ അർജുന്റെ സ്നേഹവും സംരക്ഷണവും എന്നും എൻ്റെ ഈ പ്രിയ അമാരയ്ക്കുണ്ടായിരിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. ഞാൻ ധന്യായിരിക്കും. ദേ അവള് വരുന്നു. ഹേ ബേബി, ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. കാശ് എത്ര വേണമെങ്കിലും തരാം, റേറ്റ് പറഞ്ഞാ മതി. എന്താ പറഞ്ഞത്? ഫ്രീ ആണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന്. കാശ് എത്ര വേണമെങ്കിലും തരാം. ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാടാ, മനസ്സിലായോ? സോറി. ഹേയ് ഡാർലിംഗ്, പോകാം. എന്താ മാരാ ഇന്ന് നേരത്തെ കിടക്കുന്നത്? ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, എന്താ മാറ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കൈവിട്. ഞാൻ ആകെ മാനസിക നില തെറ്റി നിൽക്കുക. എന്നെ കൂടുതൽ ടെൻഷൻ ആക്കരുത്. ഇങ്ങനെ ടെൻഷനാകാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? വിവാഹം കഴിഞ്ഞതോടെ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു അല്ലേ? എന്താ മാറ ഇങ്ങനെ പറയുന്നത്? യു ആർ സ്റ്റിൽ മൈ സ്വീറ്റ് ഹാർട്ട്. പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോയിട്ട് ഇവിടെ വന്ന് കാണിക്കുന്ന ഈ കപട സ്നേഹ പ്രകടനം ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? ഹേയ് ഡാർലിംഗ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തു നോക്കണം, അപ്പൊ മനസ്സിലാവും. വഞ്ചന അതെനിക്കിഷ്ടല്ല. വഞ്ചകന്മാരെ ഞാൻ വെറുക്കുന്നു. ഛെ,
കയറ്റിവിട്. ഞാൻ അമാര. ഇന്നലെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഓ മനസ്സിലായി മാഡം. ഞാൻ അഡ്വാൻസ് തരാനാണ് വന്നത്. ഇത് 2 ലക്ഷം രൂപയുണ്ട്. ബാക്കി കൃത്യം നടത്തിയതിനു ശേഷം ഒറ്റ തവണയായിട്ട് തരും. ഓ ബാക്കി ഞങ്ങൾ ഏറ്റു. പിന്നെ ഒരു കാര്യം, കൊല്ലുന്നതിന് മുമ്പ് അവനോട് പറയണം ഭാര്യയെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയാണിതെന്ന്. അതിനുശേഷം വീഡിയോ ഞങ്ങൾ എടുത്തു തരാം മാഡം. അപ്പോൾ ഞാൻ പോകുന്നു. ഓക്കെ. അർജുൻ, ഉടൻ തന്നെ നമുക്ക് പാരീസിൽ പോയി സെറ്റിൽ ചെയ്യാം. എന്തു പറയുന്നു? നമ്മുടെ ബന്ധം അമാര അറിഞ്ഞതുകൊണ്ട് ഇനി ഇവിടെ നിന്നാ കൂടുതൽ പ്രശ്നവും. ഇവിടുത്തെ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് വിദേശത്ത് പോയി സെറ്റിലാകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് പോം വഴിയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. I can't live without you. Be cool. I am with you. So sweet. പാരീസിലെ ഈഫിൽ ഗോപുരത്തിന് മുന്നിൽ ഒരു കൂട്ടം റോസാപ്പൂക്കൾ നിരത്തി. ആ പൂക്കളെയും ഗോപുരത്തെയും സാക്ഷി നിർത്തി എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഇതാ എന്റെ അർജുൻ. ഇവിടെ ഇങ്ങനെ സ്ത്രീകളെ കൊണ്ടൊന്നും ഇരിക്കാനുള്ള സ്ഥലമല്ല കേട്ടോ. ഇവിടെ എന്താണ് കുഴപ്പം? ഇത് പറയാൻ നിങ്ങളാരാ? എന്നെ അറിയില്ലേ? ഞാൻ രാജ, മിന്നൽ രാജ. എന്റെ പേര് കേട്ടാൽ ഈ നഗരം വിറയ്ക്കും. നീ മിന്നലാണെങ്കിൽ ഞാൻ ഇടിവെട്ടാടാ. ഓഹോ, ഞാൻ വിറയ്ക്കാറില്ല. എന്നാ ഞാനൊന്ന് മിന്നി കാണിക്കട്ടെ. അർജുൻ വേണ്ട, നമുക്ക് പോകാം. Go to the house. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ട, നമുക്ക് പോകാം അർജുൻ. I said go to the house. പോടാ മക്കളെ, ഇവരെ തീർത്തേക്കണം. I will kill you.
എറിഞ്ഞ് കൊല്ലണം. ഏറ്റെടുത്ത കൊട്ടേഷൻ നടപ്പിലാക്കിയിട്ടേ ഈ പടക്കം പാപ്പി പോറുള്ളൂ. മരിക്കുന്നതിന് മുൻപേ ഒരു സത്യം കൂടി കേട്ടോളൂ. ഭാര്യയെ വഞ്ചിച്ചതിന് അവർ തന്ന കൊട്ടേഷനാണ് നിന്നെ കൊല്ലാൻ. വേവിട് വേവിട്. ഹലോ മേഡം, ദൗത്യം പരാജയപ്പെട്ടു. ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. മേഡം സൂക്ഷിക്കണം. ശരി. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് എന്നെ കൊല്ലിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രപഞ്ചത്തിന്റെ ഉറവിടം മുതൽ ദേവന്മാർ, ചക്രവർത്തിമാർ, രാജാക്കന്മാർ, പ്രശസ്തർ, പ്രഗത്ഭർ, ഈവൻ സാധാരണക്കാരൻ പോലും ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി ജീവിതം നടത്തിയവരാണ്, നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിൽ കൂടുതലായി ഞാനൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. 1, ചതിയനായി നിങ്ങളെ പ്രണയിച്ചു. 2, വഞ്ചകനായി നിങ്ങളെ വിവാഹം ചെയ്തു. ഇത്തരം ചതിയും വഞ്ചനയൊക്കെ സഹിച്ച് അടിമകളെ പോലെ കഴിയുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തയാണ്. മോചനത്തിന്റെ പുതിയ ചരിത്രം ഞാനിവിടെ തുടങ്ങുകയാണ്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പ്രേമവും മരണവും നൽകാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ.